അപ്പൊ ഇന്ന് ഞാൻ കഴിഞ്ഞ തവണ ഞാൻ ഒരു കാച്ചി കൂട്ടാൻ ഉണ്ടാക്കിയ സമയത്ത് നല്ല റെസ്പോൺസ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ട്രൈ ചെയ്തു എന്നൊക്കെ കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് എന്റെ റെസിപ്പി അല്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറയാം. കാരണം അമ്മ ഉണ്ടാക്കിയ ഈ ഒരു വീഡിയോ ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇത് എന്റെ റെസിപ്പി അല്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തേങ്ങ വേണ്ട, മിക്സിയിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല, കറണ്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ഇതിന് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ മുരിങ്ങയില കഞ്ഞിവെള്ളത്തിലൊക്കെ ഉണ്ടാക്കാറില്ലേ അതാണോ എന്ന് വിചാരിക്കും. പക്ഷെ അതും അല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. വരൂ. ഇത്തവണ ഞാൻ പൊന്നിയരിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലത്തെ പൊന്നിയരിക്ക് ഞാൻ എന്നല്ല, പൊന്നിയരി ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുടിക്കണ കുടിവെള്ളത്തിൻ്റെ ജാറ് വെറുതെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക, എന്നിട്ട് കത്തിക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മളെ പൊന്നിയരി ചോറാണ് കേട്ടോ. അത് ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റിയെടുക്കണം. കാരണം ഇത് ഊറ്റിക്കഴിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ കഞ്ഞിവെള്ളം കൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കണത്. അപ്പോൾ ചോറ് വെക്കുമ്പോൾ നിങ്ങൾ കഞ്ഞിവെള്ളം മറക്കാതെ സൂക്ഷിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടപ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇത് കണ്ടു, കഞ്ഞിവെള്ളം ഉണ്ടായിട്ട് പോയതാണ് കേട്ടോ. ഇനി നമ്മൾ മുളപ്പിച്ച പയർ ഇന്നലെ ഞാനേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇത് മറ്റന്നാൾ ഉണ്ടാക്കിയാൽ മതിയൊന്ന് ഓർത്തു ആദ്യം. കാരണം ഇന്ന് കോവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കോവയ്ക്ക് ഉപ്പേരി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്റെ ഡേറ്റ് നോക്കിയപ്പോൾ ഇതൊന്ന് തീരും ഡേറ്റ്. അപ്പൊ കോവയ്ക്ക പിന്നെ ഇരിക്കുമല്ലോ, ഇത് ഇന്ന് തീരില്ലേ. അപ്പൊ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഇത് ഭയങ്കര പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സംഭവമല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കുറെ അപ്പ പറയണ്ടല്ലേ, ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഉപ്പേരി ഉണ്ടാക്കുക കേട്ടോ. ഇത് മിക്സഡ് ആണ്. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ളതും വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത് ഈ ഒരു മിക്സഡ് ആയിട്ടുള്ള സ്പ്രൗട്ടഡ് ആയിരിക്കും കേട്ടോ. കുറച്ചുകൂടെ ടേസ്റ്റ് വരിക. അപ്പൊ ഞാൻ അതും ഇതും ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാക്കിയാലോ എന്ന് ഓർക്കുകയാണ്. എന്നാ പിന്നെ വേഗം പണി കഴിയല്ലോ. ആദ്യം തന്നെ കുക്കർ വെക്കുക, ഗ്യാസ് കത്തിക്കുക, അതൊന്ന് ചൂടാവട്ടെ, ഇതൊന്ന് ചൂടാവട്ടെ. ഇത് ചൂടായിട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുകിടാം. കടുകിട്ട് കൊടുത്തു. നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് മറക്കാതെ ഉണ്ടാക്കി വെക്കണം. കടുകിട്ടതിന് ശേഷം നമ്മൾക്ക് ഇഞ്ചി, ചെറിയ ഉള്ളിയില്ലേ അതാണ്. ഞാൻ ഇനി കുത്തി ഇങ്ങനെ ചതയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന്റെ കുത്തറ സാധനം കാണാനില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുത്തറ സാധനം കാണാത്തോണ്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാട്ടോ. ഇതൊന്നിങ്ങനെ മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇവിടുത്തെ പണികൾ നോക്കാം. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ വെളിച്ചെണ്ണ എടുക്കുക. ഞാൻ കുക്കറിലായിട്ട് ഉണ്ടാക്കണം. വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സവോളയും പച്ചമുളകും ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. വെക്കണയിലേക്ക് നമുക്കിനി കുറച്ച് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നീ കടുക് ഇട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇടാം കേട്ടോ. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ മുളക് പൊടി ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം. പക്ഷെ ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളേ. നന്നായി വരട്ടെ കേട്ടോ. ആ സമയം നമുക്ക് ഇനി ഇതിലേക്കും കുറച്ച് മുളക് പൊടി ഇടാറുണ്ട്. അല്ല, മഞ്ഞൾപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക. മുളക് പൊടി നമുക്ക് ലാസ്റ്റ് ആയിട്ടോ ഇടാം അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണേ. നമ്മളുടെ ഈ ഒരു ഇത് കുറച്ചിങ്ങനെ ബ്രൗൺ നിറാവണം കേട്ടോ. ഇങ്ങനെ ബ്രൗൺ നിറാവുന്ന സമയത്ത് നമുക്കിതാ മുളപ്പിച്ച പയറ്
നിങ്ങൾക്ക് അല്ലാണ്ട് സാലഡിനൊക്കെ നല്ല രസമായിട്ട് കഴിക്കാം കേട്ടോ. ചാറ്റ് മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കാം. ഇതിൽ കിടന്നൊന്നും മൊരിയട്ടെ കേട്ടോ. സമയത്ത് കുറച്ച് ഉപ്പിടണം. ഇത്തിരി മതി. ഇതേപോലെ നന്നായിട്ട് വട്ടത്തിൽ ഇളക്കി കൊടുക്കാം. ഇനി അതൊന്നും ഇവിടെ ആവട്ടെ. ആ സമയം നമുക്കിവിടെ എന്ത് ചെയ്യാം, നമ്മളുടെ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ ബ്രൗൺ നിറമായിട്ട് മൊരിഞ്ഞു വരണേ. ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴാണ് ആ ഉള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് കിട്ടും. മറ്റേത് ഇങ്ങനെ പച്ചക്ക് ഇങ്ങനെ ഉള്ളി ഇങ്ങനെ ഒരു കുത്തുന്ന സ്മെല്ലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കോളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി വേണം. എരിവിനനുസരിച്ച് മുളക് പൊടി മതിയാവും തോന്നുന്നു. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി ചേർക്കാം. ഒരു കളറ് വരും, കൂടെ ആവാൻ മതി. ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അടച്ച് വെച്ച് വേവിക്കട്ടെ. ഈ സമയം നമുക്കിവിടെ നമ്മുടെ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. നമുക്കിതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചിരവിയതൊക്കെ ഇടാം. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തേങ്ങ ചിരവിയതൊക്കെ ഇടാം കേട്ടോ. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് ഹെവി ആയി പോകും, നമുക്ക് പെട്ടെന്ന് മടുക്കും. ഇതാവുമ്പോൾ ഒന്നങ്ങട് വിസിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ നമുക്കിത് വരണ്ട് ഇങ്ങനെ വന്നു. യെസ്, ഇങ്ങനെ നമ്മളിങ്ങനെ വരട്ടി എടുക്കണേ. ഈ ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടണം. ഇത് കറക്റ്റ് വേവാട്ടോ, പാകമാണ്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് എന്ത് ചേർക്കേണ്ടത്? നമ്മുടെ കഞ്ഞിവെള്ളം ചേർത്താലോ? ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഇങ്ങനെ വഴഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരട്ടിയെടുക്കണേ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം നിങ്ങൾ ചേർക്കരുത് കേട്ടോ, കഞ്ഞിവെള്ളം തന്നെ ചേർക്കണേ. ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ പാകത്തിനുള്ള രീതിയിൽ വെച്ചോളൂ കേട്ടോ. ഞാനതിപ്പോൾ ഫുള്ള് ഒഴിക്കണ്ട, ഒരു ഗ്ലാസ്. അതൊന്നും കൂടെ ഇരുന്നാൽ ഒന്നും കൂടെ അതൊന്ന് കട്ടിയായി കിട്ടും. അപ്പം നമുക്ക് ചോറിന് കഴിക്കാൻ പാകമായിട്ട് കിട്ടും. ഇനി നമുക്കിതിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് മതിയോ, എരിവ് മതിയോ, പുളി മതിയോ? ഈ പുളി നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വാളൻ പുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. അങ്ങനെതാ എൻ്റെ തക്കാളി താളിപ്പ് കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും മറക്കാതെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. കൂടാതെ എൻ്റെ മുളപ്പിച്ച പയറും കൊണ്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.